ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞൂസ് ഇനി അഭിനയിക്കാനില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കുറേ ആൾക്കാർ മോനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനെ അഭിനയിപ്പിക്കരുത്, നിർത്തരുത്, കാരണം അവന് നല്ല ഭാവിയുണ്ട്, അവൻ നല്ല മോനാണ്, നല്ല അവരുടെ വീഡിയോ, നമ്മുടെ വീഡിയോ കാണുന്നതന്നെ അവനെ കാണാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയെങ്കിലും ചെറിയൊരു സീനെങ്കിലും മോനെ കൊടുക്കണം എന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വല്ലതും അറിയുന്നുണ്ടോ? എന്തറിയുന്നത്? ഞാൻ കുറേ കമന്റ്സ് ഒക്കെ എഴുതിയതൊക്കെ വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഈ ലവ് അങ്ങനത്തെ ചിഹ്നങ്ങളില്ലേ, ഹാർട്ടിന്റെയോ അങ്ങനത്തെ ചിഹ്നങ്ങൾ കാണുമ്പോൾ അവന് മോന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് പറയും. അവന് എഴുതാൻ വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഇതൊക്കെ അവന് മനസ്സിലാക്കും, ഇമോജിയൊക്കെ. അപ്പൊ പറഞ്ഞു വന്നത്, മോൻ ഇനി അഭിനയിക്കാൻ ഉണ്ടാവും. പറയും, സംസാരിക്കും, ഒന്നുമില്ല. ഭയങ്കര ഫോൺ കണ്ട ചില സമയത്ത് ഭയങ്കര ഷൈ ആണ്, പക്ഷെ വീഡിയോ കാണുമ്പോ ആള് പുള്ളിയാണ് അല്ലേ. പറയേ, എന്ത് ഇനി അഭിനയിക്കോ? ആന്നല്ല, അഭിനയിക്കും. പറയും, എന്തൊക്കെ ക്യാരക്ടർ ചെയ്യും? എന്തൊക്കെ ക്യാരക്ടർ ചെയ്യും? അതൊന്നും അറിയില്ല. പപ്പ തരുന്നതൊക്കെ ചെയ്യും. മോൻ എന്തിനാ ആൾക്കാർ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? സങ്കടപ്പെടുത്തിയില്ല, മോൻ അങ്ങനെ അഭിനയിക്കുക അല്ലേ. അവിടെ നോക്കി പറയും, ക്യാമറ നോക്കി പറയും. ഇനി ആൾക്കാർ ഭയങ്കര എല്ലാവർക്കും സങ്കടം വന്നു, മോൻ ഇങ്ങനെ കണ്ണ് കാണാതെ ഇങ്ങനെ ശ്വാസം കിട്ടാത്ത കുഞ്ഞിനെ പോലെയൊക്കെ ചെയ്തപ്പോഴല്ലേ എല്ലാവർക്കും സങ്കടം വന്നൂന്ന്. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഇനി ഷൂട്ടിംഗ് ചെയ്യാം, ഉറക്കെ പറയും. ശരിക്കും കുറെ നേരം നമ്മൾ ഷൂട്ട് ചെയ്യും. ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ വ്ളോഗ് ഒക്കെ ചെയ്യില്ല, അതെങ്ങനെയാ? ഹലോ ഗൈസ് പറഞ്ഞിട്ട് അത് ഫോണും കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ എടുത്ത് ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പാലക്കാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണും കൊണ്ട് കിടന്ന് നടക്കട്ടോ അല്ലേ. എല്ലാരും കോഴിക്കോട് അവിടെ നോക്കി പറയേ, കോഴിക്കോടാണ് എന്നൊക്കെ പറയില്ലേടാ. അപ്പൊ അതാണ്, എല്ലാവരും എന്റെ മോനെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം കുറെ നെഗറ്റീവ്സിനൊക്കെ അതെല്ലാം മാഞ്ഞു പോയി. ഈ ഒരു നിങ്ങളുടെ ഇത്രയും സപ്പോർട്ട് കാരണം, നിങ്ങൾ അത്രയും വിഷമം കൊണ്ടാ പറഞ്ഞത് അല്ലേ. സോറി, ഇതെന്താ കയ്യിലെന്താ സച്ചുന്? അതല്ല, ഇതെന്താ? ബാൻഡേജ് എന്തിനിട്ടു? വെറുതെ ഇട്ട് നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ തന്നെ ആ വ്ളോഗിൽ ഞാൻ തലയിലൊരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല എന്നാ തോന്നുന്നത്. എല്ലാവരും കമന്റ്സ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി, കൈക്ക് എന്ത് പറ്റി, അല്ല തലയിൽ എന്ത് പറ്റി എന്നൊക്കെ. ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്താണ്. ഇന്ന് 7 മണിക്ക് അതിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. നമ്മൾ വീഡിയോന്റെ സമയം മാറ്റിയത് കൊണ്ട് 7 മണിക്കാണ് വ്ളോഗ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇതും അതിന്റെ ഒരു ഭാഗം ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പൊ ഉച്ചയ്ക്ക് ഇടാനുള്ള വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വ്ളോഗിന് വന്നത്. അപ്പൊ ഇനി കുഞ്ഞൂസ് ഉണ്ടാവും അല്ലേ, പൂർവാധികം ശക്തിയോടെ ഞാൻ ഉണ്ടാകും അല്ലേ. അപ്പൊ ഇനി വലിച്ചു നീട്ടുന്നില്ല, വീഡിയോസ് എല്ലാവരും കാണാം. എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് കുഞ്ഞൂസ് അഭിനയിക്കുന്നത്. അവൻ സിനിമയിൽ എങ്ങനെയെങ്കിലും കയറ്റുന്നത് ഞങ്ങൾ ഭയങ്കരമുള്ള ആഗ്രഹമാണ്. ഞങ്ങൾക്കൊന്നും വേണ്ട, എൻ്റെ മോനെ എനിക്കൊരു ബിഗ് സ്ക്രീനിൽ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് എന്താ പറയേണ്ടത്? ലൈക്കും സബ്സ്ക്രൈബർ ഒക്കെ ചെയ്യണം, എൻ്റെ വീഡിയോസ് കാണണം. അപ്പൊ എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്ക്. ഓക്കെ, താങ്ക് യു, ബൈ. അടുത്ത വീഡിയോയില് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.